KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ലീഗ് CPM പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുന്നുവെന്ന് ആക്ഷേപം. BJP കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം. ഉദുമയിൽ കോൺഗ്രസ് ലീഗ് പോര് തുടരുന്നു. വെള്ളരിക്കുണ്ട് ഉൾപ്പെടെയുള്ള താലൂക്ക് ഓഫീസുകൾ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. ചെമ്പരിക്ക ഖാസിയുടെ ദുരൂഹ മരണം. സമരം 1 മാസം പിന്നിടുന്നു. സമരത്തിന് ജനപിന്തുണ ഏറുന്നു. വിളനാശം മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ അനുവദിക്കണമെന്ന് P. കരുണാകരൻ MP. കർഷകർക്ക് വേണ്ടി കൂടുതൽ പദ്ധതികൾ നടപ്പാക്കണമെന്നും MP. വാർത്തകൾ വിശദമായി. CPMന്റെയും മുസ്ലിം ലീഗിന്റെയും ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് BJP നേതൃത്വത്തിൽ കളക്ട്രേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പ്രതിഷേധ മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിനു ശേഷം CPMും മുസ്ലിം ലീഗും BJP പ്രവർത്തകരെ നിരന്തരം വേട്ടയാടുന്ന നടപടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചത്. അണങ്കൂരിൽ നിന്ന് ആരംഭിച്ച മാർച്ച് BJP ദേശീയ നിർവാഹക സമിതി അംഗം CK പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി സർക്കാരിൻ്റെ ഫാസിസ്റ്റ് പോലീസ് നയത്തിനെതിരായിട്ടുള്ള ജനവികാരം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജനകീയ മാർച്ചാണ് ഇപ്പോൾ ഈ കാസർഗോഡ് കളക്ട്രേറ്റിന് മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലൊരു ഭരണമാറ്റമുണ്ടായി. പിണറായിയുടെ നേതൃത്വത്തിൽ ഇടതുപക്ഷത്തിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നു. ആ ജനവിധിയെ, ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംഘടന എന്ന നിലയിൽ ഞങ്ങൾ അങ്ങേയറ്റം ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നു. അതേമാതിരിയുള്ള പെരുമാറ്റവും പ്രതികരണവും പിണറായി സർക്കാരിൽ നിന്ന് കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും സമാധാന പ്രേമികളും പ്രതീക്ഷിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. ശ്രീകാന്ത് അധ്യക്ഷത വഹിച്ചു. BJP പ്രവർത്തകരെ ആക്രമിച്ച പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രമീള C. നായിക്, കുണ്ടാർ രവീശ തന്ത്രി, P. രമേശ്, സഞ്ജീവ ഷെട്ടി, A. വേലായുധൻ, P. സുരേഷ് കുമാർ ഷെട്ടി, നഞ്ചിൽ കുഞ്ഞിരാമൻ, ശ്രീകൃഷ്ണ ഭട്ട്, PR സുനിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഉദുമയിലെ പരാജയത്തെ ചൊല്ലി കോൺഗ്രസ് ലീഗ് പോര് തുടരുന്നു. ജില്ലാ പഞ്ചായത്ത് ഉദുമ ഡിവിഷനിൽ നടക്കാനിരിക്കുന്ന ഉപതിരഞ്ഞെടുപ്പിൽ എന്തു നിലപാട് കൈക്കൊള്ളണമെന്നറിയാതെ അണികൾ. ഉദുമയിൽ UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച K. സുധാകരന്റെ പരാജയത്തെ തുടർന്നാണ് ലീഗിലും കോൺഗ്രസിലും അസ്വാരസ്യങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടത്. ലീഗ് ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് മറിച്ചുവെന്ന് കോൺഗ്രസ് നേതൃത്വം പറയുമ്പോൾ അതിനു ശക്തമായ ഭാഷയിൽ മറുപടി കൊടുത്താണ് ലീഗ് രംഗത്തെത്തിയത്. ചെമ്മനാട് ഗ്രാമപഞ്ചായത്തിൽ ലീഗിന്റെ വോട്ട് ശരിയായ രീതിയിൽ പോൾ ചെയ്തിരുന്നുവെങ്കിൽ K. സുധാകരൻ വിജയിക്കുമായിരുന്നുവെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അഭിപ്രായം. എന്നാൽ ലീഗ് കേന്ദ്രങ്ങളിൽ മെച്ചപ്പെട്ട ഭൂരിപക്ഷമുണ്ടെങ്കിലും കോൺഗ്രസ് സ്വാധീനമുള്ള പഞ്ചായത്തുകളിൽ പിന്നോക്കം പോയതാണ് പരാജയ കാരണമെന്ന് ലീഗും ആരോപിക്കുന്നു. ഇതിനിടയിൽ ഉദുമ മണ്ഡലത്തിന്റെ ചുമതല ഉണ്ടായിരുന്ന കലക്ടർ മാഹിനാജ് തലസ്ഥാനത്ത് നിന്നും ലീഗിൽ നിന്നും രാജിവെച്ചതോടെ പ്രശ്നം കൂടുതൽ വഷളാവുകയായിരുന്നു. ജില്ലാ പഞ്ചായത്തിൽ ഉദുമ ഡിവിഷനിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസ് ലീഗ് പോര് പരമാവധി ഉപയോഗപ്പെടുത്താമെന്നാണ് CPM നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. 17-അംഗ ജില്ലാ പഞ്ചായത്തിൽ UDFന് 8ഉം LDFന് 7ഉം BJPക്ക് 2 അംഗങ്ങളാണ് ഉള്ളത്. എന്നാൽ പാതൂർ കുഞ്ഞാമഹാജിയുടെ നിര്യാണത്തോടെ ഒഴിവന്ന ഉദുമ ഡിവിഷൻ ഇരുമുന്നണികളുടെയും അഭിമാന പോരാട്ടമായി മാറിയിരിക്കുകയാണ്. ജയിക്കുന്ന മുന്നണി ജില്ലാ പഞ്ചായത്ത് ഭരിക്കും. ന്യൂസ് ഡെസ്ക് KCN ന്യൂസ്. വെള്ളരിക്കുണ്ട് ഉൾപ്പെടെയുള്ള താലൂക്ക് ഓഫീസുകൾക്ക് കെട്ടിടം നിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മന്ത്രി E. ചന്ദ്രശേഖരൻ. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിലെ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വെള്ളരിക്കുണ്ട് ഉൾപ്പെടെയുള്ള 12 താലൂക്ക് ഓഫീസുകൾ വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഇവയ്ക്ക് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനായി ഉദ്യോഗസ്ഥരുടെ ആലോചന യോഗം വിളിച്ചിരുന്നതായി മന്ത്രി അറിയിച്ചു.
കേരളത്തിലെ 12 താലൂക്ക് ഓഫീസുകളുടെ ഇന്നലെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരുടെ യോഗം വിളിച്ചു ചേർത്ത് അവിടെ വെച്ച് ചർച്ച ചെയ്തതനുസരിച്ച് 12 പുതിയ താലൂക്കുകളുടെ ഇപ്പോൾ എല്ലായിടത്തും പ്രവർത്തിക്കുന്നത് വാടക കെട്ടിടത്തിലാണ്. അതിൻ്റെ കെട്ടിടങ്ങൾ ഉണ്ടാക്കുന്നതിന് ആവശ്യമായ ഭൂമി കണ്ടെത്തുന്നതിന് അതിനെ തുടർന്ന് അതിൻ്റെ ഒരു മിനി സിവിൽ സ്റ്റേഷനുകൾ എല്ലാ കേന്ദ്രങ്ങളും ഉണ്ടാക്കുന്നതിനെക്കുറിച്ചുള്ള ആലോചന നടക്കുന്നുണ്ട്. ഇന്നലെയാണ് അതിൻ്റെ ചർച്ച പ്രാരംഭമായി നടത്തിയത്. തുടർന്ന് തീർച്ചയായും വരും ദിവസങ്ങളിൽ അതിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകളുടെ വെളിച്ചത്തിൽ ആ നടപടി സ്വീകരിക്കും. LDF സർക്കാർ ജനപക്ഷ സർക്കാരായിരിക്കുമെന്നും ഇ ചന്ദ്രശേഖരൻ MLA പറഞ്ഞു. പ്രാദേശിക പത്രപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ പഠിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി അറിയിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിൽ നടന്ന സ്വീകരണ യോഗത്തിൽ പ്രസ് ഫോറം പ്രസിഡന്റ് TK നാരായണൻ ഉപഹാരം നൽകി. പ്രസ് ഫോറം സെക്രട്ടറി N ഗംഗാധരൻ സ്വാഗതം പറഞ്ഞു. ചെമ്പേരിക്ക ഖാസിയുടെ ദുരൂഹ മരണം പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നടത്തിവരുന്ന അനിശ്ചിതകാല സമരം 31ാം ദിവസത്തിലേക്ക്. പിന്തുണയുമായി നിരവധി സംഘടനകൾ രംഗത്തു വന്നു. ശനിയാഴ്ച നടന്ന സമരം സാമൂഹ്യ പരിസ്ഥിതി പ്രവർത്തകൻ നാരായണൻ പേര്യ ഉദ്ഘാടനം ചെയ്തു. പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്ക് വീട്ടിൽ നിന്ന് അകലെ ഉയർന്ന ഒരു സ്ഥാനത്ത് ജീവനറ്റ നിലയിൽ കാണപ്പെടുന്നു. എങ്ങനെ അവിടെ എത്തി? എന്തിന് അവിടം വരെ പോയി? അന്വേഷിക്കേണ്ടതല്ലേ? ആരാണ് അന്വേഷിക്കേണ്ടത്? അന്വേഷിക്കാൻ ചുമതലപ്പെട്ട ആളുകൾ ഇവിടെയുണ്ട്. നമുക്ക് വേണ്ടി അവരെ ഭരണകൂടം ഏൽപ്പിച്ച ഒരു ചുമതലയാണത്. ആക്ഷൻ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ D സുരേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. ചെമ്പരിക്ക ജമാഅത്ത് കമ്മിറ്റി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. 2010 ഫെബ്രുവരി 15 പ്രമുഖ മതപണ്ഡിതനായ ചെമ്പരിക്ക ഖാസി കീഴൂർ കടപ്പുറത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. E അബ്ദുള്ള കുഞ്ഞി, അബ്ദുൽ ഖാദർ ചട്ടഞ്ചാൽ, അബ്ദുൽ ഖാദർ സഹദി, CH മുഹമ്മദ് അമീദ് കണ്ടത്തിൽ, PA മുഹമ്മദ് കുഞ്ഞി, CA ഷഫീഖ്, റിസ്വാൻ കല്ലട്ര, PA ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. ജൗഹറിന്റെ കുടുംബത്തിന് ധനസഹായവുമായി ചൗക്കിയിലെ KMCC പ്രവർത്തകർ. വിവിധ GCC രാജ്യങ്ങളിലെ പ്രവർത്തകരാണ് തുക സമാഹരിച്ചത്. കുടുംബൂർ പുഴയിൽ കുളിക്കുന്നതിനിടയിൽ മുങ്ങിമരിച്ച MSF നേതാവ് കലഞ്ചിറയിലെ ജോഹറിന്റെ നിർധന കുടുംബത്തിന് സഹായവുമായാണ് ചൗക്കി മേഖലയിലെ GCC KMCC പ്രവർത്തകർ ഓടിയെത്തിയത്. കുടുംബത്തിന് താങ്ങും തണലുമായി മാറേണ്ട പൊന്നുമോൻ എഞ്ചിനീയറിംഗ് പഠനം പൂർത്തിയാക്കി ജോലി തേടി കുടുംബത്തിന് താങ്ങാവാൻ ഒരുങ്ങവെയാണ് അവരുടെ പൊന്നുമോനെ മരണം തട്ടിയെടുത്തത്. മകൻ നഷ്ടപ്പെട്ടതോടെ മാനസികമായി തകർന്നു വീണുപോയ ജോഹറിന്റെ ഉപ്പയെയും ഉമ്മയെയും സഹോദരങ്ങളെയും KMCC പ്രവർത്തകർ ആശ്വസിപ്പിച്ചു. ചൗക്കി പ്രദേശത്തുകാരായ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് നന്മയ്ക്ക് വേണ്ടി കൈകോർക്കുന്നത്. ജീവിതകാലം അത്രയും പ്രവാസികളായി മാറുമ്പോഴും നാട്ടിലുള്ള ഇത്തിരി നിമിഷങ്ങൾ മറ്റുള്ളവരുടെ കണ്ണീരൊപ്പാനായി മാറ്റിവെക്കുന്ന KMCC പ്രവർത്തകരുടെ പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്ത പുണ്യമായി മാറുകയാണ്. KMCC സമാഹരിച്ച തുക ജോഹറിന്റെ പിതാവിന് കാസർഗോഡ് ജില്ലാ KMCC വൈസ് പ്രസിഡന്റ് മഹമ്മൂദ് കുളങ്കര കൈമാറി. GCC ചൗക്കി മേഖലാ പ്രസിഡന്റ് ഹനീഫ് ഒമാൻ, ജനറൽ സെക്രട്ടറി സത്താർ ചൗക്കി, വർക്കിംഗ് പ്രസിഡന്റ് ഷുക്കൂർ മുക്രി, അസൈനാർ മുക്രി, സുലൈമാൻ ചൗക്കി, അബുബക്കർ മുക്രി, സത്താർ കടപ്പുറം തുടങ്ങിയവർ സംബന്ധിച്ചു. നീലേശ്വരം ജൈവോത്സവത്തിന് തിരക്കേറുന്നു. കാർഷിക സെമിനാറുകളോടൊപ്പം സാംസ്കാരിക പരിപാടികളും ജൈവനഗരിയിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നു. ജൈവ കാർഷിക സംസ്കൃതിയുടെ സംരക്ഷണവും പ്രോത്സാഹനവും ലക്ഷ്യമാക്കി നീലേശ്വരം നഗരസഭ വിഭാവനം ചെയ്ത ജൈവോത്സവത്തിൽ നാളുകൾ പിന്നിടുന്നതോടെ ജനത്തിരക്കും കൂടുന്നു. പച്ചക്കറി വിപണനമേള, ജൈവ വിഭവ നിർമ്മാണം, ജൈവ ഭക്ഷ്യമേള എന്നിവയോടൊപ്പം കർഷക സംഗമവും കാർഷിക സെമിനാറുകളും നീലേശ്വരം ജൈവോത്സവം 2015 ഭാഗമായി നടന്നുവരുന്നു. ഇടവേള കൃഷിയുടെ സാധ്യതകൾ എന്ന വിഷയത്തിൽ കഴിഞ്ഞ ദിവസം റിട്ടയേർഡ് കൃഷി ഓഫീസർ P രാമചന്ദ്രൻ ക്ലാസ് എടുത്തു. പ്രധാന കൃഷിയുടെ ഇടവേളകളിൽ ഏതൊക്കെ കൃഷികൾ ഏർപ്പെടാമെന്നതും അതിൻ്റെ ഗുണഫലവും പരിചയസമ്പന്നനായ കൃഷി ഓഫീസർ കർഷകർക്ക് പറഞ്ഞുകൊടുത്തു. അതുപോലെ ഇഞ്ചിയോ മഞ്ഞളോ അതൊക്കെ ചെയ്യാൻ നമുക്ക് പറ്റും. പക്ഷേ റബ്ബർ കുറച്ച് വളർന്ന ശേഷം നമുക്ക് ഇങ്ങനെയുള്ള ഇടവേളകളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ തെങ്ങിൻ തോട്ടത്തിനും കഴുങ്ങിൻ തോട്ടത്തിനും നമുക്ക് എപ്പോഴും ഇടവേള കൃഷി നമ്മുടെ നാടൻ രീതിയിൽ പറഞ്ഞാൽ ഹോം സ്റ്റേ ഗാർഡൻസ് ആണ്. നമുക്ക് കലാസാംസ്കാരിക പരിപാടിയുടെ ഭാഗമായി ജൈവനഗരിയിൽ തെലുങ്കാന നൃത്തവും അരങ്ങിലെത്തി. ജൂൺ 1 ജൈവോത്സവം സമാപിക്കും. ഏകദിന അധ്യാപക സംഗമം സമന്വയം 2016 സംഘടിപ്പിച്ചു. കാഞ്ഞങ്ങാട് നഗരസഭയുടെയും BRD ഹോസ്ദുർഗിന്റെയും ആഭിമുഖ്യത്തിലാണ് അധ്യാപക സംഗമം നടന്നത്.
വിദ്യാലയത്തിന്റെ ടോട്ടൽ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏകോപന പ്രവർത്തനം, സാമൂഹിക ബന്ധം ശക്തിപ്പെടുത്തൽ എന്നതായിരുന്നു ഒരു ദിവസം നീണ്ടുനിന്ന അധ്യാപക ക്യാമ്പിന്റെ ലക്ഷ്യം. കാഞ്ഞങ്ങാട് ടൗൺ ഹാളിലായിരുന്നു ക്യാമ്പ് നടന്നത്. സമന്വയം 2016 എന്ന പേരിൽ സംഘടിപ്പിച്ച അധ്യാപക ക്യാമ്പ് കാഞ്ഞങ്ങാട് നഗരസഭാ ചെയർമാൻ വി രമേശൻ ഉദ്ഘാടനം ചെയ്തു. ആ പ്രദേശത്തിനകത്ത് എല്ലാ ജനങ്ങളും അത് തങ്ങളുടെ സ്വന്തം സ്കൂളാണ്, അവിടെ നിന്ന് പഠിക്കുന്ന കുട്ടികളെല്ലാം നമ്മുടെ നാടിന് മുതൽക്കൂട്ടാക്കേണ്ടവരാണ് എന്ന ഒരു താല്പര്യത്തോടു കൂടി സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന നിലയിലേക്ക് അധ്യാപക രക്ഷാകർത്ത സമിതിയുടെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിച്ചുകൊണ്ട് നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി കഴിയണം. അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് ജൈവ പച്ചക്കറി. നമുക്ക് സ്കൂളുകളുമായി കുറേ സ്കൂളുകൾ തൊട്ടടുത്ത UPMC സ്കൂളിൽ ഞാൻ കഴിഞ്ഞ വർഷം കണ്ടതാണ്. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ N ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. നഗരസഭാ വൈസ് ചെയർപേഴ്സൺ L സുലൈഖ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഹമ്മൂദ് മുറിയനാവി, ഗംഗാ രാധാകൃഷ്ണൻ, K ഗ്രീഷ്മ, ബാബുരാജ്, കേശവൻ നമ്പൂതിരി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിലെ 24 പൊതുവിദ്യാലയങ്ങളിൽ നിന്നായി 220 അധ്യാപകരും വാർഡ് കൗൺസിലർമാരും ക്യാമ്പിൽ പങ്കെടുത്തു. കാസർഗോഡിന്റെ ഹൃദയഭാഗത്ത് പുതുപുത്തൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഓസ്കർ വെഡിംഗ് കളക്ഷൻ പ്രവർത്തനം ആരംഭിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് ഉദ്ഘാടന കർമ്മം നടന്നത്. കാസർഗോഡിന്റെ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതിയ മുഖം നൽകിക്കൊണ്ടാണ് ഓസ്കർ വെഡിംഗ് കളക്ഷൻ പ്രവർത്തനം ആരംഭിച്ചത്. ആധുനികതയുടെ തുടിപ്പുകളെ നെഞ്ചേറ്റുന്ന അതിനൂതന ഡിസൈനുകളാണ് ഓസ്കറിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത്. ഉദുമ പടിഞ്ഞാറ് സംയുക്ത കാസി CA മുഹമ്മദ് കുഞ്ഞി മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. KK മുഹമ്മദ്, ഷാഫി, അസീസ് കടപ്പുറം, സുബൈർ പടുപ്പ്, ഷാഫി ഹാജി സ്പീഡ്വേ തുടങ്ങിയവർ സംബന്ധിച്ചു. പരിവാര ബണ്ട സമുദായ കുടുംബ സംഗമം നടന്നു. ഞായറാഴ്ചയായിരുന്നു സംഗമം. കുടുംബ സംഗമത്തിന്റെ ഉദ്ഘാടനം ഉളിയ വിഷ്ണു ആസ്ര ഉദ്ഘാടനം ചെയ്തു. ತಮ್ಮಲ್ಲಿರುವಂತಹ ಯೋಗ್ಯತೆ ಅದು ಪರಂಪರಾಗತವಾಗಿ ನಡೆದು ಬರಬೇಕು ಎನ್ನುವಂತಹ ನಂಬಿಕೆ ಇದ್ದವರು. ಹೆಚ್ಚಿಗೆ ಮನೆಯು ಕೂಡ ಒಂದು ಗುರುತಿನವರ ಪ್ರತೀಕ, ಅವರ ಸದಸ್ಯರಾಗಿದ್ದೀವಿ. ಹಾಗೆ ನೋಡಿದರೆ ಈ ಪರಂಪರೆಯ ಯೋಗ್ಯತೆಯನ್ನು ಅಳೆಯಲಿಕ್ಕೆ ಸಾಧ್ಯ ಆಗ್ತದೆ. ವೇದಿಕೆಯಲ್ಲಿರುವಂತಹ ಒಂದೊಂದು ಗಣ್ಯರು ಕೂಡ ಅವರ ಮನೆತನದ ಬಗ್ಗೆ ಹೇಳುವಾಗ ನಮಗೆ ಆಶ್ಚರ್ಯ ಆಗ್ತಾ ಉಂಟು. ಯಾಕೆಂತಂದರೆ ಆ ಮನೆಯವರು ಆ ಪರಂಪರೆಯವರು ಮಾಡಿದಂತಹ ಪ್ರಯತ್ನಗಳು ಸಮಾಜಕ್ಕೆ ಬೇಕಾಗಿ, ದೇಶಕ್ಕೆ ಬೇಕಾಗಿ, ಜನಹಿತಕ್ಕೆ ಬೇಕಾಗಿ ಹೀಗೆ ಬಹಳಷ್ಟು ಪ್ರತಿಭಾನ್ವಿತರಾದಂತಹ ಸದಸ್ಯರಿರುವಂತಹ ಈ മഹാബല ഷെട്ടി റായ്മാർ അധ്യക്ഷത വഹിച്ചു. സാമ്പത്തികമായി സമുദായത്തിൽ പിന്നോക്കം നിൽക്കുന്നവർക്ക് വിവാഹ ധനസഹായം, ചികിത്സാ ധനസഹായം എന്നിവ നൽകി വരുന്നതിലൂടെ സമുദായത്തിന്റെ യശസ് വാനോളം ഉയർന്നിരിക്കുകയാണ്. സാമൂഹ്യ ക്ഷേമ പരിപാടിയുടെ ഭാഗമായി രക്തദാന ശിബിരം, ബോധവൽക്കരണ ക്യാമ്പ്, മെഡിക്കൽ ക്യാമ്പ് എന്നിവ സംഘടിപ്പിച്ചു. എല്ലാ മേഖലയാലും തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പരിവാര ബണ്ടു സമുദായം സമൂഹത്തിനാകെ മാതൃകയാവുകയാണ്. ചടങ്ങിൽ ജനറൽ സെക്രട്ടറി AT നായിക്, അഡ്വക്കേറ്റ് P ഉമേഷ് നായിക്, KP സുധാകർ, സന്തോഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. വിളനാശം മൂലം ദുരിതമനുഭവിക്കുന്ന കർഷകർക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തണമെന്ന് P കരുണാകരൻ MP ആവശ്യപ്പെട്ടു. പ്രകൃതിക്ഷോഭം മൂലമുണ്ടാകുന്ന വിളനാശത്തിന് മാത്രമാണ് ഇപ്പോൾ ഇൻഷുറൻസ് പരിരക്ഷയുള്ളതെന്നും MP പറഞ്ഞു. കർഷകരെ സഹായിക്കാൻ കാർഷികോൽപ്പന്നങ്ങളുടെ വിലയിടിവിനും ഇൻഷുറൻസ് ഏർപ്പെടുത്തുന്നതിനെക്കുറിച്ചും കേന്ദ്രം ആലോചിക്കണമെന്നും P കരുണാകരൻ MP അഭിപ്രായപ്പെട്ടു. സർക്കാർ ആനുകൂല്യങ്ങളിൽ പലതും കൃത്യസമയത്ത് അറിയിപ്പ് ലഭിക്കാത്തതിന് കർഷകർക്ക് കിട്ടാതെ പോവുകയാണ്. വരൾച്ച, വെള്ളപ്പൊക്കം, കീടങ്ങളുടെ ആക്രമണം എന്നിവ മൂലമുണ്ടാകുന്ന വിളനാശത്തിന് PM-FB4 പദ്ധതിയിലൂടെ നഷ്ടപരിഹാരം നൽകണം. വേനൽ മഴയും അതോടനുബന്ധിച്ചുണ്ടായ ശക്തമായ കാറ്റും ജില്ലയിൽ വൻ നാശനഷ്ടമാണ് ഉണ്ടാക്കിയത്. മലയോര മേഖലയിൽ റബ്ബർ മരങ്ങൾ കൂട്ടത്തോടെ കടപുഴകി വീണു. വിലക്കുറവ് മൂലം ദുരിതമനുഭവിക്കുന്ന കർഷകന് ഇത് ഇരുട്ടടിയായി മാറി. പല സ്ഥലങ്ങളിലും തെങ്ങ്, കവുങ്ങ്, വാഴ എന്നിവ കാറ്റിൽ നശിക്കുകയുണ്ടായി. ഇവ കൊണ്ട് മാത്രം ജീവിക്കുന്ന കർഷകനെ സഹായിക്കേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ്. ഏകദേശം 4.5 കോടി രൂപയുടെ നഷ്ടമാണ് ജില്ലയിലുണ്ടായത്. സ്വാതന്ത്ര്യ സമര സേനാനി K മാധവന്റെ അനുഗ്രഹം തേടി മന്ത്രി E ചന്ദ്രശേഖരൻ എത്തി.
രാഷ്ട്രീയ പ്രവർത്തകർക്കും പൊതുപ്രവർത്തകർക്കും എന്നും മാർഗദീപമായി പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യസമര സേനാനി കെ മാധവനെ കാണാൻ മന്ത്രി ഇ ചന്ദ്രശേഖരൻ എത്തി. ജനകീയ MLA ആയി പേരെടുത്ത ഇ ചന്ദ്രശേഖരൻ മന്ത്രിയായ ശേഷം ആദ്യമായി കാഞ്ഞങ്ങാട്ടെത്തിയപ്പോൾ കെ മാധവന്റെ വസതി സന്ദർശിക്കുകയായിരുന്നു. രാഷ്ട്രീയം പറയാതെ സൗഹൃദം പുതുക്കി അനുഗ്രഹാശികൾ സ്വീകരിച്ചാണ് മന്ത്രി മടങ്ങിയത്. മന്ത്രിയോടൊപ്പം CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ, ഡോക്ടർ അംബികാസുധൻ മാങ്ങാട്, ഡോക്ടർ C ബാലൻ തുടങ്ങിയവരും എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് കാഞ്ഞങ്ങാട്. ഉപ്പള ലിമാക്സ് ഹൈപ്പർ മാർക്കറ്റ് ഉപഭോക്താക്കൾക്കായി നടത്തിയ സമ്മാന കൂപ്പൺ നറുക്കെടുപ്പിലെ വിജയിക്ക് ആക്റ്റീവ സ്കൂട്ടർ വിതരണം ചെയ്തു. മഞ്ചേശ്വരത്തെ MLA PB അബ്ദുൾ റസാഖാണ് സമ്മാനം കൈമാറിയത്. ഇതിന്റെ നറുക്കെടുപ്പ് മെയ് 25-ന് നടന്നിരുന്നു. നറുക്കെടുപ്പിലൂടെ വിജയിയായ പൈവള്ളിയിലെ ഷമീനാണ് PB അബ്ദുൾ റസാഖ് MLA സ്കൂട്ടർ നൽകിയത്. ചടങ്ങിൽ PB അബ്ദുൾ റസാഖ് MLA ആദരിച്ചു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേതാവ് ഷെരീഫ് ഉപ്പള, ഗ്രാമപഞ്ചായത്ത് അംഗം CM മുസ്തഫ, മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK മഷഫ്, റൈഷാദ് ഉപ്പള, ജബ്ബാർ ഉപ്പള തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂണിറ്റി കൈതക്കാടിന്റെ നേതൃത്വത്തിലുള്ള നോ പാലിയേറ്റീവ് കെയർ പദ്ധതി മാതൃകാപരമാകുന്നു. പരിയാരം മെഡിക്കൽ കോളേജ് സാന്ത്വനം ക്ലബിന്റെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. വീടുകളിൽ ബാക്കി വരുന്ന ഉപയോഗ്യമായ മരുന്നുകൾ ശേഖരിച്ച് പാവപ്പെട്ട രോഗികൾക്കായി എത്തിച്ചു നൽകുകയാണ് യൂണിറ്റിയുടെ പ്രവർത്തകർ. മരുന്നുകൾ ശേഖരിക്കാൻ വിവിധ കേന്ദ്രങ്ങളിൽ സാന്ത്വന പെട്ടികൾ സ്ഥാപിച്ചിട്ടുണ്ട്. വീടുകളിൽ ശേഖരിക്കുന്ന ഉപയോഗ്യയോഗ്യമായ ഗുളികകളും മറ്റും ഇതിൽ നിക്ഷേപിക്കുന്നു. മരുന്നുകൾ വേർതിരിച്ച് കാലാവധി കഴിയാത്തവ പെരിയാരം മെഡിക്കൽ കോളേജിലെ സാന്ത്വനം ക്ലബിൽ എത്തിച്ചു നൽകുന്നു. പണം കൊടുത്ത് മരുന്ന് വാങ്ങാൻ കഴിവില്ലാത്ത പാവപ്പെട്ട രോഗികൾക്ക് ഈ മരുന്നുകൾ വിതരണം ചെയ്യും. പാവപ്പെട്ട രോഗികൾക്ക് വലിയ ആശ്വാസമാണ് ഈ സംവിധാനം. ഇതുവഴി പ്രദേശത്തെ പാവപ്പെട്ട രോഗികൾക്കും യൂണിറ്റിയുടെ പ്രവർത്തകർ മരുന്ന് എത്തിച്ചു നൽകുന്നുണ്ട്. 4 മാസം പിന്നിടുകയാണ് മാതൃകാപരമായ ഈ സേവന പ്രവർത്തനം. സ്വാതന്ത്ര്യ പെട്ടിയാണ് നോബിൻ്റെ ഭാഗമായുള്ള ഇത്. നമ്മൾ വീട്ടിൽ നിന്ന് ബാക്കി വരുന്ന ഗുളികകൾ ശേഖരിച്ചിട്ട് നമ്മൾ ജനുവരി സ്ഥാപിച്ച പെട്ടികളാണ് ഇതൊക്കെ. പല ഭാഗത്തും സ്ഥാപിച്ചിട്ടുണ്ട് 5 പെട്ടികളോളം. നമ്മളിപ്പോൾ ഇതോടെ ഈ 4 മാസത്തിനിടക്ക് 35,000 രൂപൻ്റെ ഗുളിക പെരിയാരം സ്വാതന്ത്ര്യം അതിൻ്റെ ഓഫീസിൽ അവിടെ 3rd ഫ്ലോറിൽ അവിടത്തേക്ക് എത്തിക്കുകയും അവരത് പറയാൻ സപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അജാനൂർ പഞ്ചായത്ത് 18-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും കാഞ്ഞങ്ങാട് മണ്ഡലം അബുദാബി KMCCയും സംയുക്തമായി പണിത 7 ബൈത്തുറഹ്മ കാരുണ്യ ഭവനത്തിന്റെ താക്കോൽദാനം മെയ് 31-ന് കോത്തിക്കൽ PK അബ്ദുൾ സാഹിബ് നഗറിൽ നടക്കും. ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിനാണ് ഇക്കാര്യം അറിയിച്ചത്. അജാനൂർ പഞ്ചായത്ത് 18-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റിയും കാഞ്ഞങ്ങാട് മണ്ഡലം അബുദാബി KMCCയും സംയുക്തമായാണ് 7 ബൈത്തുറഹ്മ കാരുണ്യഭവനം പണിതത്. ഇതിന്റെ താക്കോൽദാനം മെയ് 31-ന് വൈകുന്നേരം 4 മണിക്ക് മെട്രോ മുഹമ്മദ് ഹാജി നിർവഹിക്കും. ഉപഹാര സമർപ്പണവും നടക്കും. തുടർന്ന് മഞ്ചേശ്വരം MLA PB അബ്ദുൾ റസാഖ്, കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് എന്നിവർക്കുള്ള സ്വീകരണ പരിപാടിയും നടക്കും. P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിക്കും. ബഷീർ വെള്ളിക്കോത്ത് മുഖ്യപ്രഭാഷണം നടത്തും. കാസിം കല്ലൂരാവി ഉപഹാര സമർപ്പണം നിർവഹിക്കും. കാഞ്ഞങ്ങാട്ട് നടന്ന വാർത്താ സമ്മേളനത്തിൽ ചെയർമാൻ CH മുഹമ്മദ് കുഞ്ഞി, പ്രസിഡന്റ് കോപ്പട്ടി മുഹമ്മദ്, ബഷീർ വെള്ളിക്കോത്ത്, ഫാൻസി അബ്ദുള്ള ഹാജി, നിയാസ് കൊത്തിക്കാൽ, നൌഷാദ് കൊത്തിക്കാൽ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലീഗ് CPM പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുന്നുവെന്ന് ആക്ഷേപം. BJP കലക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തി. നിയമസഭാ തിരഞ്ഞെടുപ്പിലെ പരാജയം. ഉദുമയിൽ കോൺഗ്രസ് ലീഗ് പോര് തുടരുന്നു. വെള്ളരിക്കുണ്ട് ഉൾപ്പെടെയുള്ള താലൂക്ക് ഓഫീസുകൾ അടിയന്തര നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ. ചെമ്പരിക്ക ഖാസിയുടെ ദുരൂഹ മരണം. സമരം 1 മാസം പിന്നിടുന്നു. സമരത്തിന് ജനപിന്തുണ ഏറുന്നു. വിളനാശം മൂലം ദുരിതമനുഭവിക്കുന്നവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ അനുവദിക്കണമെന്ന് P കരുണാകരൻ MP. കർഷകർക്ക് വേണ്ടി കൂടുതൽ പദ്ധതികൾ നടപ്പാക്കണമെന്നും MP. ഇതോടെ വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.